ഹായ് ഹലോ. അപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വെയിൽ വന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തോരാത്ത മഴയാണ്. ഇന്നിപ്പോൾ രാവിലെ വെയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കിഴക്കുവശത്ത് നിന്ന് നമ്മളുടെ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ വെയിൽ ചെറുതായിട്ട് മങ്ങി തുടങ്ങി. വെയിൽ വന്നിട്ടുണ്ട്. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും മൊത്തം മഴയൊക്കെ പെയ്ത് നമ്മുടെ അടുപ്പൊക്കെ ആകെ അലങ്കോലമായി പോയിട്ടോ. പിന്നെ ഫുള്ള് കിളികളാണ് നമ്മളുണ്ടാക്കിയ അലക്കുകല്ല്. നമ്മുടെ കിണറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പോയി നോക്കിയിട്ട് 3-4 ദിവസമായി. കിണറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു കറിവേപ്പ് നട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ അടുക്കള വേസ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടിട്ടത് കിളികൾ വന്ന് ഫുള്ള് ചകഞ്ഞ് പറക്കി ഇതാക്കി. നമ്മുടെ റബ്ബറൊക്കെ കണ്ട വെട്ടിയിട്ട് ഒരാഴ്ചകളായി. ഫുള്ള് നനവാണ്. അങ്ങനെ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കോറി നിറഞ്ഞിട്ട് വെള്ളം നമ്മുടെ വീടിൻ്റെ മുമ്പിലെത്തിയായിരുന്നു. കോറി നിറഞ്ഞ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ഇപ്പോൾ വഴി തിരിച്ച് വിട്ടതുകൊണ്ട് വേറെ വഴി കൂടെ പോവാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്. ചെറിയ മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന 2 വെള്ളച്ചാട്ടങ്ങൾ. അത് ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കിണർ എന്താ പാട്, കാര്യമായിട്ടുള്ളൊരു വെള്ളക്കയറ്റം. അതിനിടുക നമ്മുടെ കിണർ നല്ല തെളിനീര് വെള്ളം. എത്ര കോല് വെള്ളമുണ്ട്. വെള്ളം ഓവറായിട്ടൊന്നുമില്ല കേട്ടോ. അതായത് 1 2 3 4 5 2 3 4 കോല് വെള്ളമുണ്ട്. അതിനുണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളം. അപ്പോൾ നല്ല സൂര്യപ്രകാശം. വയ്ക്കൂ, എങ്ങോട്ട് വയ്ക്കും. ചിരിച്ചേ ചിരിച്ചേ. ചിരിക്കണമൊന്നുമില്ല, ഇപ്പോൾ എണീറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ പറമ്പിലേക്കിടെ ഇറങ്ങിയൊക്കെയാണ്. ഇനി ആ വെള്ളച്ചാട്ടവും തോടും നമ്മുടെ ആ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണെന്നറിയാം ഇങ്ങനെ ഒരു വെയിലടിക്കുന്ന മുഖത്തേക്ക്. വെയിൽ വന്നിട്ട് കുറേ നാളായിട്ടോ നമ്മുടെ ഇവിടേക്ക്. കാരണം ഫുള്ള് മഴയായിരുന്നു. ഇപ്പോഴും ചെറിയ രീതിക്ക് ചാറ്റൽ മഴയുണ്ട്. ആണല്ലേ, ആ വെയിലടിച്ചവിടത്തേക്കുള്ള പച്ചപ്പ് ആണല്ലേ. നമ്മുടെ എഫ്രൈം വീട് ഇതാ നിൽക്കുന്നു. ഇനി ഈ മഴ തോർന്നിട്ട് വേണം നമുക്ക് ഓരോരോ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങണമെന്ന് വെച്ചിട്ട്. മഴയൊന്ന് തോർന്ന് കിട്ടണ്ടേ. എന്നാണ് ഇപ്പോൾ ഒന്ന് തോർന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ ഒരു പാറയുണ്ട്. ഈ പാറയിൽ തെന്നോന്നറിയില്ല. എത്രയും ദിവസം ഫുള്ള് വെള്ളം പൊക്കൊണ്ടിരുന്നതാണ് അല്ലേ. ഫുള്ള് പായൽ പിടിച്ച്. ഇത് നടവഴി കേട്ടോ. ഇപ്പോഴും മറ്റേ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ വഴി. കൊച്ചിനെ പിടിച്ചുകൊണ്ടാണ് ഈ പാറയൊക്കെ. തെന്നുമോ ഇല്ലയോ? തെന്നൂലായിരിക്കും. ഇല്ല, സ്ഥിരം നടക്കുന്ന വഴിയായതുകൊണ്ട് വീഴാണ്. ഈ പുറകോട്ട് വീണാൽ മതി. അതാണ്ട നല്ല അടിപൊളി വെള്ളം. എനിക്കൊന്ന് വെള്ളത്തിലിറങ്ങണോ? ഇറങ്ങണോ? നിൽക്കോ, വെള്ളത്തിലിറങ്ങണോ? വെള്ളത്തിലിറങ്ങണപ്പോൾ ചിലപ്പോൾ വെള്ളം കണ്ട് നോക്കി വെക്കോട്ടോ. വെള്ളത്തിലിറക്കി ഞാനും നനയും, ഇവനും നനയും. ഇവൻ എന്നെ ഫുള്ള് നനയ്ക്കുള്ളൂ. വെള്ളച്ചാട്ടം കാണിച്ചു തരാം കേട്ടോ. ചെറുക്കൻ നിലത്ത് നിൽക്കണില്ല. എന്നാൽ വെള്ളത്തേക്ക് ഇറക്കിയാൽ അവനക്ക് കുഴപ്പമില്ല. നമ്മുടെ പഴയ മെമ്മറീസ് എന്തെന്നാണ്. പണ്ട് ഇതിലേക്ക് ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പറമ്പിലേക്ക് വരാനും അല്ലാതൊക്കെ ആയിട്ട് മീൻ ഉണ്ടാവും എന്ന് തോന്നുന്നു. കുറേ കാലമായി. അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
ഫുള്ള് നടക്കാനുള്ള വഴിയില്ല. നമുക്ക് വേറൊരു വെള്ളച്ചാട്ടമുണ്ട്, അങ്ങോട്ട് പോകണമെങ്കിൽ അതിലേ ചുറ്റി പോകണം. ഇതാട്ടോ നമ്മുടെ ആ തോടൊഴുകി ഫുള്ള് നമ്മുടെ ഈ ഏരിയ മൊത്തം പാറയാട്ടോ. ഇതാണ് ആ പറഞ്ഞ ചെറിയ വെള്ളച്ചാട്ടം. ബാ 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 നടക്കാനായിട്ടില്ല കേട്ടോ, പിടിച്ച് നടക്കുകയുള്ളൂ. ബാ വാടാ ബാ. നമുക്കിത് ഇതാണ് വെള്ളത്തിൽ പണി. നനയും നനയും നനയും. എന്തായാലും വന്നാലേ ചെറുക്കനെ കുളിപ്പിക്കാം. പക്ഷേ തോർത്തില്ലല്ലോ, തോർത്തുകൊണ്ടൊന്നുമില്ല. നല്ല സൂര്യപ്രകാശം, വിറ്റാമിനാണ്, വിറ്റാമിൻ. ഫോണും ഒഴിവാക്കാൻ പറ്റില്ല, ചെക്കനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എഫ്രൈം വീട് കാണാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ ഈ ഒരു ടൈമുകളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിള്ളേരെ കണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തോട്ടുകടയൊക്കെ ഒന്ന് ഇറങ്ങാം, ഒന്ന് കുളിക്കാം. സംഭവം നൈസ് വെള്ളം കേട്ടോ. കാരണം ഈ തോടിന് മുമ്പ് ആകെ 2 വീടേ ഉള്ളൂ. അവർ ഈ തോട് യൂസ് ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ട് തോട് ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല കേട്ടോ. മുണ്ടഴിയണു. നല്ല വെയില്. നമ്മള് വെള്ളച്ചാട്ടം കാണിച്ചില്ല അല്ലേ. തോട്ടില് കഴിഞ്ഞ ആഴ്ച തോട്ടിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ വെള്ളത്തിൽ വന്നിട്ട് തൊമ്മിയും പൊന്നും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കയറ്റിയതാ വെള്ളത്തില്. ഇതേട്ടോ നമ്മളുടെ ചെറിയ വെള്ളച്ചാട്ടം. ഇതിൽ ഉരുസാൻ നല്ല രസമാണ്. അപ്പോൾ ഇതുപോലുള്ള നാടൻ കാഴ്ചകൾക്കായി ഇനി നമ്മളുടെ ചാനലുകൾ, കാരണം ഇപ്പോൾ നമ്മുടെ വീട് പണി ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞല്ലോ, ബാക്കി വീട് പണിയുടെ ഒപ്പം ഇതുപോലെയുള്ള നാടൻ കാഴ്ചകൾ കാണാം.